ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2020 നടന്ന ഒരു LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യെസ്, സ്വാതി തിരുനാൾ, ബി ഗൗരി ലക്ഷ്മി ബായി, സി ഗൗരി പാർവതി ബായി, ഡി ധർമ്മരാജ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മി ബായി. ആൻസർ ഗൗരി ലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി ലക്ഷ്മി ബായി. നമുക്കറിയാം, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതെ, റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. അതായത് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. അതുപോലെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? യെസ്, റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. എന്താണ്? സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചത് ആര് തന്നെയാണ്? യെസ്, റാണി ഗൗരി ലക്ഷ്മി ബായി തന്നെയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, പാശ്ചാത്യ ചികിത്സാരീതി എന്നിവ നടപ്പിലാക്കി. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അതെ, റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ്. ദെൻ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, പാശ്ചാത്യ ചികിത്സാ രീതി എന്നിവ നടപ്പിലാക്കി. ദെൻ തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആര് തന്നെയാണ്? യെസ്, റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ ഭരണഘടന അഥവാ നിയമസംഹിതയായ ചട്ടവരി ഓലകൾ നിലവിൽ വന്ന സമയത്തെ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? അതെ, ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ഭരണഘടന അഥവാ നിയമസംഹിതയായ ചട്ടവരിയോലകൾ നിലവിൽ വന്ന സമയത്തെ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. നോക്കൂ, വിദ്യാഭ്യാസം സർക്കാരിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാ ചോദിച്ചാൽ ആരാണ്? ലക്ഷ്മി ബായി അല്ല, ആരാണ്? പാർവതി ബായിയാണ്. റാണി ഗൗരി പാർവതി ബായിയാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിദ്യാഭ്യാസം സർക്കാരിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതി ബായിയാണ്. 1811 ചട്ടവരി ഓലകൾ നിലവിൽ വന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ഭരണാധികാരി നമ്മൾ പറഞ്ഞു ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. ആ സമയത്ത് ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കേണൽ ജോൺ മൺറോയാണ്. 1811 ചട്ടവരി ഓലകൾ നിലവിൽ വന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? കേണൽ മൺറോയ, ജോൺ മൺറോയാണ്. അതായത് കേണൽ മൺറോയാണല്ലേ. ഓക്കെ, ദെൻ തിരുവിതാംകൂറിലെ ദിവാനായ ആദ്യ അഹിന്ദു അഥവാ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതെ, കേണൽ ജോൺ മൺറോയാണ്. അത് ആരുടെ ദിവാനായിരുന്നു? യെസ്, റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ ദിവാനായിരുന്നു. അതായത് തിരുവിതാംകൂറിൽ നമുക്കറിയാം, ആദ്യ ഭരണഘടന അഥവാ നിയമസംഹിതയായ ചട്ടവരിയോലകൾ നിലവിൽ വന്ന സമയത്ത് ഭരണാധികാരി ആരാണ്? യെസ്, റാണി ഗൗരി ലക്ഷ്മിയാണ്. ആ റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ ദിവാനായിരുന്നു ആര്? യെസ്, കേണൽ ജോൺ മൺറോ. അതുപോലെ തിരുവിതാംകൂറിൽ ദിവാനായ ആദ്യ അഹിന്ദുവും ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? യെസ്, കേണൽ ജോൺ മൺറോയാണ്. ഇതിൽ മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ അഹിന്ദു അഥവാ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? ME വാട്സ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? തിരുവിതാംകൂറിലെ ദിവാനായ ആദ്യ അഹിന്ദു ആദ്യ ബ്രിട്ടീഷുകാരൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം കേണൽ ജോൺ മൺറോ. എന്നാൽ മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ അഹിന്ദു അഥവാ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? ME വാട്സ് ആണ്. അത് ആരുടെ ദിവാനായിരുന്നു ME വാട്സ്? യെസ്, റാണി സേതുലക്ഷ്മി ബായിയുടെ ദിവാനായിരുന്നു ആരെന്ന് പറയുന്നത്? ME വാട്സ് എന്ന് പറയുന്നത്. കേണൽ മൺറോ നമ്മൾ പറഞ്ഞു ആരുടെ ദിവാനാണ്? യെസ്, റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ ദിവാനാണ്. ME വാട്സ് ആരുടെ ദിവാനാണ്? റാണി സേതുലക്ഷ്മി ബായിയുടെ ദിവാനാണ്. അതായത് മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹിന്ദു ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? യെസ്, ME വാട്സ് ആണ്.
ദെൻ നോക്കൂ, തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ മുസ്ലിം. ഓക്കെ, തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ മുസ്ലിമാണ്. അഹിന്ദു ആണ് ആദ്യ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത് ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ മുസ്ലിം ആരാണ്? മുഹമ്മദ് ഹബീബുള്ളയാണ്. ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ മുസ്ലിം ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. മുഹമ്മദ് ഹബീബുള്ള ആരുടെ ദിവാനായിരുന്നു? അതെ, ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ആരുടെയാണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ദെൻ 1812 കേണൽ ജോൺ മൺറോയെ വധിക്കാനായി കൊല്ലം സൈനിക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അതെ, ഉമ്മിണി തമ്പിയാണ് അല്ലേ. ആരാണ്? ഉമ്മിണി തമ്പി. അതായത് 1812 കേണൽ ജോൺ മൺറോയെ വധിക്കാനായിട്ട് കൊല്ലം സൈനിക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ ആരാണ്? ഉമ്മിണി തമ്പിയാണ്. ഓക്കെ, ആൻസർ എന്താണ്? ഉമ്മിണി തമ്പി. ദെൻ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ഒന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. വർഷം 1836. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. വർഷം ഏതാണ്? 1836. ദെൻ തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃതമായ സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടത്തിയ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃതമായ സെൻസസ് നടത്തിയ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? ആയില്യം തിരുനാളാണ്. വർഷം 1875. ഇനി തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയുക്തമായിട്ട് ആദ്യ സെൻസസ് നടത്തിയ വർഷം ചോദിച്ചാൽ ഏതാണ്? 1875. തിരുവിതാംകൂറും കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയുക്തമായിട്ട് ആദ്യ സെൻസസ് നടത്തിയ വർഷം എന്ന് പറയുന്നത് 1875. ദെൻ ആധുനിക കേരളത്തിൻ്റെ ആദ്യ സെൻസസ് ആയി കണക്കാക്കപ്പെടുന്നത് 1875 സെൻസസ് ആണ്. അപ്പോൾ ആധുനിക കേരളത്തിൻ്റെ ആദ്യ സെൻസസ് ആയി കണക്കാക്കപ്പെടുന്ന ഏതാണ്? 1875 സെൻസസ് ആണ്. ദെൻ ഐക്യ കേരളത്തിലെ ആദ്യ സെൻസസ് നടന്ന വർഷം എന്താണ്? ഐക്യ കേരളത്തിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ചോദിച്ചാൽ ഏതാണ്? 1961. ഐക്യ കേരളത്തിലെ ആദ്യ സെൻസസ് നടന്ന വർഷം 1961. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ നമുക്ക് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? പാരീസ് ഉടമ്പടി നൽകിയിട്ടുണ്ട്, മോസ്കോ ഉടമ്പടി നൽകിയിട്ടുണ്ട്, വേഴ്സായ് നൽകിയിട്ടുണ്ട്, ബോസ്റ്റൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, നമുക്കറിയാം ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണല്ലേ. തോമസ് പെയിൻ ആണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. ദെൻ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം. ഇംഗ്ലീഷുകാർ ഈ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മെർക്കൻറ്റലിസം എന്നാണ് അല്ലേ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മെർക്കൻറ്റലിസം എന്ന പേരിലാണ് അല്ലേ. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ഉയർന്നു വന്ന പ്രതിഷേധമാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി നമ്മൾ പറഞ്ഞു, പാരീസ് ഉടമ്പടിയാണ്. ദെൻ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. ദെൻ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് എന്താണ്? മെർക്കൻറ്റലിസം എന്നാണ്. ദെൻ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായിട്ട് അമേരിക്കയിൽ ഉയർന്നു വന്ന പ്രതിഷേധമാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ദെൻ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി എന്നാണ്? ഡിസംബർ 16, 1773. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഡിസംബർ 16, 1773. ദെൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. ദെൻ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി ചോദിച്ചാൽ ഏതാണ്? അത് ജൂലൈ 4, 1776. ജൂലൈ 4, 1776. ദെൻ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയ വ്യക്തി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയ വ്യക്തി ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയ വ്യക്തി ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്.